ഈ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും. അവർക്ക് കഥയും കാര്യം പറ്റി ഒന്നും അറിയില്ല. ആകെ അറിയാവുന്നത് സംവിധാനം ഇന്നയാളാണ്, നിർമ്മാതാവ് ഇതാണ്, നായകൻ ഇതാണ്, നായിക ഇതാണ്. ഇത്രേ അറിയുള്ളൂ. പക്ഷേ എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അത് സത്യമായി. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയി. ഒരു സന്തോഷവും ഒരു സമാധാനവും കുറച്ച് നല്ല മൊമെൻറ്റുകളും ഒരു നല്ല സദ്യ കഴിച്ച ഒരു നല്ല ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് കിട്ടിയ പോലൊക്കെ ഒരു ഭയങ്കര ഹോൾസം ഫീല്. അതാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ശരിക്കും ഈ ഓണത്തിൻ്റെ വിന്നർ ഒരു മത്സരത്തിന് പോലും ഇട കൊടുക്കാതെ ഈ ഓണത്തിൻ്റെ വിന്നർ ആയിരിക്കുകയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇതിൽ ആദ്യം പറയേണ്ട കാര്യം ഈ പ്രേക്ഷകരെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പം സംവിധായകൻ്റെ പേര് വെച്ച് പറഞ്ഞതാണ് ഒരു സൂപ്പർ ഹിറ്റ് ആവുന്ന ആദ്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ പോയിന്റ്. ഗിരീഷ് ഷേഡി ഫീൽ ഗുഡ് ജോണർ സിനിമകൾ ചെയ്യുമ്പോഴേ ആരും പറയാത്ത കഥയോ ആരും കേൾക്കാത്ത കഥയൊന്നുമില്ല ആരും പറയുന്നതും. എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും കണ്ട കാര്യം, പക്ഷെ അതെങ്ങനെ പുതുതായിട്ട് പറയുന്നുള്ളത് വലിയ കാര്യം. അത് മാത്രമല്ല എല്ലാ തലമുറകളെയും, അതിപ്പോൾ 90s ആണെങ്കിലും ജെൻസി ആണെങ്കിലും 80s ആണെങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവർക്കും ഒരു ഒരു ഗുഡ് ഫീൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ അടുത്ത കാലം ഇതുപോലെയാണ്. അണ്ണൻ്റെ സേഫ് സോൺ, അണ്ണൻ്റെ ഗ്രീൻ സോൺ അറിയാൻ കളിക്കുകയാണ്. മുത്താൻ ആരും വരണ്ട. അതൊരു വെല്ലുവിളി തന്നെയാണ്. അതായത് വളരെ സിമ്പിളായിട്ട് വളരെ പുഷ്പമായി ചെയ്യും. അതായത് ഈ നിവിൽ മാക്കാൻ തരുമ്പോൾ ചെറിയ മിളുക്ക് പരിപാടികളുണ്ട്. ഈ ചെറിയൊരു പ്രേമം, നാണം, ഒരു ചമ്മല് പരിപാടിയൊക്കെ അതൊക്കെ ഈ പടത്തിലുണ്ട്. നമ്മൾ ഏത് നിവിനെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുള്ള ആ നിവിൻ ഈ പടത്തിലുണ്ട്. അടുത്ത മമിത ബൈജുവാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ വിശ്വനാഥൻ സൺസിൽ പുള്ളിക്കാരിക്ക് ഇതുപോലൊരു വേഷമാണ്. പക്ഷേ ആ റോള് വേറെ, ഈ റോള് വേറെ. ഈ പ്രായത്തിൻ്റെ പക്വത കുറവെയുള്ള കുറച്ച് ഇന്നസെൻ്റ് ആയ ഒരു 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 ഭയങ്കര ഒരു ഒരു കറുകുറ്റിക്കാരി എന്ന് പറയാൻ പറ്റുന്ന റോള് മമിത ഈസി ആയിട്ട് ചെയ്തു. ശരിക്കും മമിത ഒരു ഭയങ്കര നല്ല നടിയാണ്. ഇനിയും ഭയങ്കര നടിയാവും അവർ. സൗത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ ഒരു സെൻസേഷനിലാവുന്ന അല്ലെങ്കിൽ മുകളിൽ പോകുന്നൊരു നടിയായിട്ട് അവർ മാറും, ഉറപ്പാണ്. പിന്നെ വന്ന എല്ലാവരും സ്കോറിംഗ് ആയിരുന്നു. മറ്റേ സുരേഷ് കൃഷ്ണ, ഷമീർ ഖാൻ, ഈ രണ്ടുപേരും ഡയലോഗുകളുമായിട്ട് എപ്പോൾ സീനിൽ വരുന്നു ചിരിയാണ്. അത് കൺഫേം ചെയ്യാൻ അത് ചിരിപ്പിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ മീനാക്ഷി, സൃന്ദ, അങ്ങനെ എല്ലാവരും എന്നുവെച്ചാൽ സന്തോഷമാണ് ഈ സിനിമ. ശരിക്കും ഓണത്തിൻ്റെ വിന്നറാണ് കേട്ടോ. അത് ഞാൻ പേഴ്സണലി തന്നെ പറയുകയാണ്, ഈ പടം പോയി കാണും. നിങ്ങൾ എന്ത് മൂഡിലിരുന്നാലും ഈ പടം നിങ്ങൾക്കൊരു സമാധാനം തരും, സന്തോഷം തരും. ഭയങ്കര നിറമുള്ളൊരു പടമാണ്. ധൈര്യമായിട്ട് പോയി കാണും.